ഇന്നലെയായിരുന്നു മലയാളക്കര ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലെത്തിയത്. സിനിമ ആരംഭിക്കുന്നത് തന്നെ 2002 ഗുജറാത്ത് കലാപം കാണിച്ചുകൊണ്ടാണ്. ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർഷകരെ ട്രെയിനിൽ വെച്ച് തീ വെച്ച് കൊന്നതിന് ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ ശുദ്ധ അസംബന്ധം എഴുതി വെച്ച് ഭീകര സംഘടനകളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ഈ സിനിമയിലൂടെ നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എമ്പുരാൻ എന്ന ചിത്രം. PFI പോലുള്ള നിരോധിത സംഘടനകളെയും ISI പോലുള്ള ബാഹ്യശക്തികളെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമമാണോ ഈ സിനിമ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. മുൻപ് ജനഗണമനയിൽ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് രാജപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന പൃഥ്വിരാജ് ഈ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിൽ ഇല്ലാത്ത ഒരു ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അഖിൽ മാരാർ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് നന്നായിട്ടറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരഭോജി, നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ ഖർസേവകരെ ട്രെയിനിൽ തീ വെച്ച് കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നെടുക്കുന്ന കോൺഗ്രസുകാർ എന്ന ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും ഇത് മര്യാദയല്ലല്ലോ, ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവെച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭാവിക്കും. അതെ, അത് തന്നെയാണ് ശരി. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിച്ചാലും സത്യങ്ങളെ വളച്ചൊടിച്ചാലും BJPക്ക് യാതൊരു നഷ്ടവും സംഭവിക്കില്ല എന്ന കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.